Okay, wonderful. Good evening. പേര് ബിനോ ജെയിംസ് എന്നാണ്. വീട് കണ്ണൂർ ജില്ലയിൽ ശ്രീകണ്ഠാപുരം. ദൈവദത്തമായ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നിട്ട് ഏതാണ്ട് 5.5 വർഷം കഴിഞ്ഞു. മഹത്തായ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുന്നതിന് ഒരുപാട് സ്ഥലങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് പറയാൻ 20 വർഷത്തോളം ഇന്ത്യൻ ആർമിയിൽ ഒരു പാരാ കമാൻഡറായിട്ട് രാജ്യസേവനത്തിന് അവസരം ലഭിച്ചു. ഒരുപാട് രാജ്യങ്ങളിൽ ജോലി ചെയ്യാൻ ഇസ്രായേൽ, ഈജിപ്ത് പല സ്ഥലങ്ങളിലും ജോലി ചെയ്തിട്ടുണ്ട്. 2016 റിട്ടയർമെന്റ് എടുത്ത് നാട്ടിലേക്ക് വരുമ്പോൾ ഒറ്റ സ്വപ്നം ഉണ്ടായിരുന്നുള്ളൂ, സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ നാട്ടിലേക്ക് വന്നു. ആദ്യമായിട്ട് വീടിന്റെ മുകളിലേക്ക് 2 റൂം എടുത്തു. ശ്രീകണ്ഠാപുരത്തായതുകൊണ്ട് വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സ്ഥലമാണ്, അതുകൊണ്ട് 2 റൂം വളരെ അത്യാവശ്യമായിരുന്നു. അതിനുശേഷം ഒരു കോഴി ഫാം തുടങ്ങി. അറിവില്ലാത്ത മേഖലയായതുകൊണ്ട് 1 വർഷം കൊണ്ട് കൂട്ടിക്കെട്ടി. സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചു വന്ന എനിക്ക് വീണ്ടും അടുത്ത ജോലി തേടി പോകേണ്ട അവസ്ഥ വന്നു. അങ്ങനെ വീണ്ടും മർച്ചന്റ് നേവിയിലേക്ക് പോയി. 1.5 വർഷത്തോളം മർച്ചന്റ് നേവിയിൽ ഷിപ്പിലായിരുന്നു. നല്ല ശമ്പളം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു 4 മാസം കഴിയുമ്പോൾ ശമ്പളം വെട്ടിക്കുറച്ചു. പിന്നെ അത് പിടിച്ചിരുന്ന് 1 വർഷം എങ്ങനെയെങ്കിലും കപ്പലിൽ അത് പുറത്തിറങ്ങാൻ പറ്റാത്തതുകൊണ്ട്, കടലിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തതുകൊണ്ട് കപ്പലിൽ തന്നെ പിടിച്ചു നിന്നു. അങ്ങനെ ഒരു 10-30,000 രൂപയൊക്കെ സാലറി കിട്ടുമ്പോൾ പതുക്കെ ആ മേഖല വിട്ട് നാട്ടിലേക്ക് വന്നു. വീണ്ടും നാട്ടിലും മിൽമയിൽ ജോലിക്ക് കയറി. ചുരുക്കം പറഞ്ഞാൽ ജോലി ചെയ്യാത്ത മേഖല ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ ചുരുക്കം. അങ്ങനെ മിൽമയിൽ ജോലി ചെയ്തിട്ടിരിക്കുമ്പോൾ 2 കാലിലും വേരിക്കോസിന്റെ പ്രശ്നം വരുന്നത്. അന്നേരം വന്നതല്ല, ഓൾറെഡി 2 കാലും പട്ടാളത്തിൽ നിന്ന് 2 കാലം ഓപ്പറേഷൻ ചെയ്തു. അതിനുശേഷം ഒരു 5 മാസം ഒരു 4-5 വർഷം കഴിഞ്ഞപ്പം നമ്മുടെ ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ വന്ന് 1.5 ലക്ഷം മുടക്കി സ്ക്യൂറോതെറാപ്പി ചെയ്തു. എന്നിട്ടാണ് വീണ്ടും മിൽമയിൽ ജോലി ചെയ്യുമ്പോൾ ഈ പ്രശ്നം വീണ്ടും കൂടുന്നത്. അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ പറഞ്ഞു 1.25 ലക്ഷം രൂപ തരുവാണെങ്കിൽ ലേസർ ട്രീറ്റ്മെന്റ് ചെയ്യാം. അപ്പൊ അത് അലോപ്പതി മാറ്റി വെച്ചുകൊണ്ട് ആയുർവേദം ചെയ്യാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച ആയുർവേദ കോളേജുകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു മേസ്ത്രി പണിക്കാരൻ ഈ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്താൻ എന്റെ വീട്ടിലേക്ക് വന്നത്. പക്ഷേ ആ ഒരു വ്യക്തിയെ അന്ന് കളിയാക്കി അവരെ തെറി പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട വ്യക്തിയാണ് ഞാൻ. പക്ഷെ നിങ്ങളോട് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, അധ്വാനിക്കുന്നവരെയും കഷ്ടപ്പെടുന്നവരെയും മുമ്പിലേക്ക് ദൈവം ഒരവസരവുമായി ആരെങ്കിലും പറഞ്ഞു വിടും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ആ വ്യക്തിക്ക് അന്ന് എന്നെ ഉപേക്ഷിച്ച് പോയാൽ മതിയായിരുന്നു. പക്ഷെ 4 ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് വിളിച്ചു. അവിടെ എന്റെ 2 ലീഡറിനെ കൊണ്ട് ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നു. പക്ഷെ ഞാൻ അവരോട് ഒറ്റ കാര്യം പറഞ്ഞു, സാറേ എനിക്കൊരു മുട്ട സൂചി പോലും വിൽക്കാൻ അറിയത്തില്ല, നാട്ടിൽ വലിയ ബന്ധങ്ങളൊന്നുമില്ല. അപ്പൊ അവർ പറഞ്ഞു, സാറേ കുറച്ച് പ്രോഡക്റ്റ് എങ്കിലും എടുക്ക്. അപ്പൊ എന്നെ പരിചയപ്പെടുത്തി അയൽവക്കക്കാരനായതുകൊണ്ടും ചെറുപ്പം തൊട്ട് അറിയാവുന്ന വ്യക്തിയായതുകൊണ്ട് അദ്ദേഹത്തിന് കുറച്ച് ഉൽപ്പന്നങ്ങളെടുത്ത് ഉപയോഗിക്കാൻ തയ്യാറായി. അങ്ങനെ അവർ കുറച്ച് വേരിക്കോസ് ആണല്ലോ, അപ്പൊ അതിനുള്ള സാധനങ്ങൾ തരാന്ന് പറഞ്ഞ് എന്റെ പേരും അഡ്രസ്സും ഒക്കെ മേടിച്ചിട്ടാണ് കുറച്ച് ഉൽപ്പന്നങ്ങൾ തരുന്നത്. വീട്ടിൽ വന്നപ്പോ വീട്ടുകാരൊക്കെ നെഗറ്റീവായിരുന്നു. പക്ഷെ ഒരു 5000 രൂപ 5200 രൂപ കൊടുത്തല്ലോ എന്ന് വിചാരിച്ച് അതിൽ ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് ഉള്ളതുകൊണ്ട്, കാരണം ഞാൻ ആയുഷ് ചികിത്സയിൽ സർവീസ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണ് കഴിക്കാൻ തയ്യാറായത്. എന്തായാലും 10-20 ദിവസം കഴിഞ്ഞപ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടാൻ തുടങ്ങി. വീണ്ടും ഞാൻ മിൽമയിൽ തന്നെ പണിക്ക് പോയി. പക്ഷെ ആ മിൽമയിൽ നിന്നുകൊണ്ട് കണ്ടിന്യൂ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ തയ്യാറായി. അമേസിംഗ് റിസൾട്ടാണ് ഡിയർ ഫ്രണ്ട്സ് കിട്ടിയത്. വെരിക്കോസിന് നല്ല റിസൾട്ട് കിട്ടിയപ്പോൾ ഞാൻ എന്റെ വൈഫിന് പീരിയഡ്സിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. വുമൺ കമ്പാനിയൻ സജസ്റ്റ് ചെയ്തു. അങ്ങനെ വീട്ടിലേക്ക് കവലപ്രാവശ്യവും പല ഉൽപ്പന്നങ്ങളും വാങ്ങിയപ്പോൾ എന്റെ അക്കൗണ്ടിലേക്ക് എംഐനേഷന്മാർക്ക് ഒരു 950 രൂപയാണ് ആദ്യം വന്നത്. അന്ന് ഞാൻ മിൽമയിൽ പണിയെടുത്തുകൊണ്ടിരിക്കാൻ ഡിയർ ഫ്രണ്ട്സ്. പക്ഷെ എനിക്കൊരു തിരിച്ചറിവുണ്ടായി. വർഷങ്ങളായിട്ട് പേസ്റ്റും സോപ്പും ടോയ്ലറ്റ് ക്ലീനറും ഒക്കെ ഉപയോഗിച്ചിട്ടും ഇന്നേ വരെ ഒരു കമ്പനി പോലും നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുമാനം തന്നിട്ടില്ലെങ്കിൽ ഇവിടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചപ്പോൾ റിസൾട്ട് കിട്ടി. ഇതിനെ പഠിക്കാൻ തയ്യാറായി. ആദ്യം അതിനോട് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു. ഗ്ലോബൽ ടീം കോർഡിനേറ്റർ MS പ്രസാദ് സാറിന്റെ ഒരു 1 ഡേ ട്രെയിനിങ്ങിലാണ് ഇന്ത്യയിൽ തിരിച്ചറിവുണ്ടാക്കിയിട്ടുള്ളത്. അന്ന് മുതൽ ഈ ബിസിനസ് ശക്തമായി ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങി. ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് പറഞ്ഞു, ബിനോ ജെയിംസ് നിന്നെ കൊണ്ട് നടക്കുന്ന പരിപാടിയല്ല. പക്ഷെ നടക്കില്ലെന്ന് പറയുന്നത് വാക്ക് കേട്ട് ഞാൻ വീട്ടിൽ പോയിരുന്നാൽ അവരും ഞാനും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കില്ല. അങ്ങനെ ശക്തമായി ഏറ്റെടുത്തു. അവരുടെ മുമ്പിൽ നിന്ന് വിജയിച്ച് കാണിക്കുന്ന ഉറപ്പോടുകൂടി പ്രവർത്തിച്ചപ്പോൾ ഇന്ന് 5.5 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ന് ഈ ബിസിനസ്സിലേക്ക് വരാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പുറകോട്ട് വലിച്ചത് ആഴ്ചയിൽ 2 ലക്ഷം രൂപ കിട്ടുമെന്ന് പറയുന്നതാണെങ്കിൽ അത് കമ്പനിയുടെ 427ാമത്തെ ആഴ്ച കൂടെ വന്നവന്റെ അക്കൗണ്ടിൽ വാങ്ങിക്കൊടുത്തുകൊണ്ട് മേടിക്കാൻ സാധിച്ചു. തീർച്ചയായിട്ടും എന്റെ അക്കൗണ്ടിൽ വാങ്ങിയപ്പോ ഒരുപാട് സ്വപ്നങ്ങൾ കൂടി. പട്ടാളത്തിൽ 20 വർഷം കേന്ദ്ര ഗവൺമെന്റിൽ ജോലി ചെയ്തിട്ടും ഒരു മാരുതി കാർ പോലും മേടിക്കാൻ പറ്റിയിട്ടില്ല ഡിയർ ഫ്രണ്ട്സ്. ജോലിക്ക് ശമ്പളമേ ഉള്ളൂ, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നടക്കില്ല. അപ്പോൾ EMI അടയ്ക്കാൻ വേണ്ടിയുള്ള പൈസ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ഈ ബിസിനസ്സിലേക്ക് കടന്നുകൊണ്ട് ആദ്യം ടാറ്റ നെക്സോൺ എടുത്തു. അതിനുശേഷം 15 ലക്ഷത്തിന്റെ സോളാർ കുഷാക്ക് എടുത്തു. ഇന്നിവിടെ വന്നിരിക്കുന്ന 25 ലക്ഷത്തിന്റെ ഏജൻസിയാണ്. ഒറ്റ കാര്യമേ പറയാനുള്ളൂ, കൂടെ വരുന്നവരെ കൂടപ്പറ്റവരെ പോലെ കണ്ടുകൊണ്ട് അവരുടെ അക്കൗണ്ടിലേക്ക് വരുമാനം മേടിച്ചു കൊടുക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ
കയ്യിൽ കിട്ടിയ ഏറ്റവും നല്ലൊരു അവസരമാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. ഒറ്റക്കല്ലുള്ളൂ. തേൻ പോലെ മധുരിക്കണമെങ്കിൽ തേനീച്ചകളെ പോലെ ഒട്ടി നിൽക്കണമെന്നാണ് പറയുന്നത്. മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് തേനീച്ചകളെ പോലെ ഒട്ടി നിന്നുകൊണ്ട് എല്ലാവർക്കും ജീവിതത്തിൽ നല്ല വിജയങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നതിന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ സക്സസ്.